നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. മലയാളിയുടെ നിത്യജീവിതത്തിൽ സ്വർണത്തിന് ഒരു നിക്ഷേപം എന്നതിലുപരി വലിയ സ്ഥാനമുണ്ട്. ഒരു ആഘോഷവേളയിലോ വിവാഹത്തിനോ അല്ലാതെ ഒരു പർച്ചേസ് എന്നതിലുപരി ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളില്ലാത്ത ഒരു നിക്ഷേപമായിട്ടാണ് നമ്മൾ പലപ്പോഴും സ്വർണത്തെ കാണുന്നത്. എന്നാൽ സമീപകാലത്തായി സ്വർണത്തിന്റെ വിലയിലുണ്ടായിട്ടുള്ള കുതിപ്പ് നിക്ഷേപകരെ അമ്പരപ്പിക്കുന്നതും പലരെയും വീണ്ടും സ്വർണ്ണ നിക്ഷേപത്തിലേക്ക് ആകർഷിക്കുന്നതുമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്വർണ്ണവില അതിന്റെ സമാനതകളില്ലാത്ത ഉയരങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിലെ സുപ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ നിക്ഷേപകർക്ക് ഏകദേശം 200% അബ്സല്യൂട്ട് റിട്ടേൺ സമ്മാനിച്ച മഞ്ഞലോഹം വാർഷികാടിസ്ഥാനത്തിൽ 24% എന്ന ആകർഷകമായ നേട്ടമാണ് നൽകിയിരിക്കുന്നത്. ഇതേ കാലയളവിൽ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ബെഞ്ച്മാർക്ക് സൂചികയായ നിഫ്റ്റി 50 ഏകദേശം 17% മാത്രമാണ് നേട്ടം നൽകിയത് എന്ന വസ്തുത സ്വർണത്തിന്റെ കരുത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഈ തിളക്കമാർന്ന കുതിപ്പിന് കാരണമായ ഘടകങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം ഡോളറിലെ മാറ്റങ്ങൾ സ്വർണത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് പരിശോധിക്കാം. സ്വർണ്ണവില ആഗോളതലത്തിൽ നിർണ്ണയിക്കപ്പെടുന്നത് US ഡോളറിനെ അടിസ്ഥാനമാക്കിയാണ്. ലോകത്തെ പ്രധാന കരുതൽ ധനമായി കണക്കാക്കപ്പെടുന്ന ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ഏത് മാറ്റവും സ്വർണത്തിന്റെ വിലയിൽ നേരിട്ട് പ്രതിഫലിക്കും. ഇതാണ് സ്വർണ്ണവില വർധനവിന്റെ അടിസ്ഥാനപരമായ ഒരു കാരണം. സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുടെ കാലഘട്ടങ്ങളിൽ US ഫെഡറൽ റിസർവ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ബാങ്കുകൾ പണലഭ്യത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഡോളറിന് മൂല്യശോഷണം സംഭവിക്കുന്നു. ഡോളർ ദുർബലമാകുമ്പോൾ ഡോളർ അല്ലാത്ത മറ്റ് കറൻസികളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് സ്വർണം കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നതായി തോന്നുന്നു. ഇത് സ്വർണം വാങ്ങാനുള്ള അവരുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ആഗോളതലത്തിൽ വില ഉയർത്തുകയും ചെയ്യുന്നു. ഇതിനു പുറമെ ഇന്ത്യൻ നിക്ഷേപകരെ സംബന്ധിച്ച് മറ്റൊരു പ്രധാന ഘടകം രൂപയുടെ മൂല്യമാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നത് സ്വർണത്തിന്റെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയിൽ സ്വർണത്തിന്റെ ഒരു വലിയ ഭാഗം ഇറക്കുമതി ചെയ്യുന്നതിനാൽ രൂപ ദുർബലമാകുമ്പോഴെല്ലാം ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില സ്വാഭാവികമായും ഉയരും. ഉദാഹരണത്തിന് 2020 10 ഗ്രാം സ്വർണത്തിന് 39,000 രൂപയായിരുന്നത് നിലവിൽ 1,15,000 രൂപയിൽ അധികമായതിനു പിന്നിൽ രൂപയുടെ ദൗർബല്യത്തിനും വലിയ പങ്കുണ്ട്. രണ്ടാമതായി സുരക്ഷിത നിക്ഷേപം എന്ന സ്ഥാനം. ആഗോള പ്രതിസന്ധികളിലെ സ്വർണത്തിന്റെ ആശ്രയത്വം ലോകത്ത് എവിടെയെല്ലാം രാഷ്ട്രീയപരമായോ സാമ്പത്തികപരമായോ ആരോഗ്യപരമായോ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കുന്നുവോ അപ്പോഴെല്ലാം നിക്ഷേപകർ സുരക്ഷിത താവളം തേടുന്നത് സ്വർണത്തിലാണ്. ഈ ലോകത്ത് ഒരു പ്രതിസന്ധിയും സ്പർശിക്കാത്ത ദീർഘകാലത്തേക്ക് മൂല്യം നിലനിർത്തുന്ന ഒരേ ഒരു ആസ്തിയായി സ്വർണത്തെ കണക്കാക്കാം. സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുടെ കാലത്ത് സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് ചരിത്രപരമായ നിരവധി ഉദാഹരണങ്ങളുണ്ട്. കോവിഡ് മഹാമാരി ലോക സമ്പദ് വ്യവസ്ഥയെ സ്തംഭിപ്പിച്ചപ്പോൾ ഓഹരി വിപണികളും റിയൽ എസ്റ്റേറ്റും ഉൾപ്പെടെയുള്ള മിക്കവാറും എല്ലാ ആസ്തികളും തകരുകയോ മൂല്യം കുറയുകയോ ചെയ്തു. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വർണം അതിന്റെ മൂല്യം ഉയർത്തി നിർത്തുക മാത്രമല്ല വലിയ നേട്ടം നൽകുകയും ചെയ്തു. മഹാമാരി മൂലമുണ്ടായ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചതാണ് നിക്ഷേപകരെ വലിയ തോതിൽ സ്വർണത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ റഷ്യ-ഉക്രൈൻ യുദ്ധം, മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ പോലുള്ള ഭൂമിശാസ്ത്രപരമായ സംഘർഷങ്ങൾ എന്നിവ ലോകമെമ്പാടുമുള്ള നിക്ഷേപകരുടെ ഭയം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ കറൻസിയുടെയോ ഓഹരികളുടെയോ മൂല്യമിടിയാൻ സാധ്യതയുള്ളതിനാൽ ഈ അപകട സാധ്യതകളെ മറികടക്കാൻ ഏറ്റവും മികച്ച മാർഗം സ്വർണത്തിൽ നിക്ഷേപിക്കുകയാണെന്ന് നിക്ഷേപകർ കരുതുന്നു. ഇത്തരം ഘട്ടങ്ങളിലുണ്ടാകുന്ന ഡിമാൻഡ് വർധനവ് പരിമിതമായ വിതരണമുള്ള സ്വർണത്തിന്റെ വില കുത്തനെ ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മൂന്നാമത്തേത് നോക്കാം. കേന്ദ്ര ബാങ്കുകളുടെ വർദ്ധിച്ച സ്വർണ്ണ ശേഖരണവും അതിന് പിന്നിലെ നിശബ്ദ നീക്കങ്ങളും. സ്വർണ്ണവില വർധനവിന് പിന്നിലെ അപ്രധാനമെന്ന് തോന്നാമെങ്കിലും സുപ്രധാനമായ മറ്റൊരു ഘടകമാണ് വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ നടത്തുന്ന സ്വർണ്ണ ശേഖരണം. സാധാരണ നിക്ഷേപകർക്ക് പ്രാധാന്യം നൽകാത്ത ഈ നീക്കം ആഗോള സ്വർണത്തിന്റെ ഡിമാൻഡിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. എന്തിനാണ് കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത്? ലോക ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേന്ദ്ര ബാങ്കുകൾ പതിറ്റാണ്ടുകളിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് സ്വർണം വാങ്ങിക്കൂട്ടുന്നത്. ഇതിന് പിന്നിലെ പ്രധാന കാരണം രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ധനം വൈവിധ്യവൽക്കരിക്കുക എന്നതാണ്.
പരമ്പരാഗതമായി ഡോളറിലായിരുന്നു മിക്ക രാജ്യങ്ങളുടെയും കരുതൽ ധനം സൂക്ഷിച്ചിരുന്നത്. എന്നാൽ ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങളും ചില രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളും ഡോളറിനെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ കേന്ദ്ര ബാങ്കുകൾക്ക് ഒരു പ്രോത്സാഹനമാകുന്നു. കൂടാതെ സ്വർണം ഒരു അവസാന ആശ്രയത്തിന്റെ ആസ്തി എന്ന നിലയിൽ അവരുടെ ആസ്തികൾക്ക് ഒരു അടിസ്ഥാനപരമായ സുരക്ഷ നൽകുന്നു. റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ ഈ രീതിയിൽ അവരുടെ സ്വർണശേഖരം വർദ്ധിപ്പിക്കുന്നത് ആഗോള ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വിലയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇനി കുറഞ്ഞ പലിശ നിരക്കുകൾ, നോൺ ഈൽഡിംഗ് അസറ്റ് ആയിട്ടും സ്വർണം എങ്ങനെ ആകർഷകമാകുന്നു എന്ന് നോക്കാം. ലോകരാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ, പ്രത്യേകിച്ച് US ഫെഡറൽ റിസർവ്, സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനായി പലിശ നിരക്കുകൾ കുറയ്ക്കുമ്പോൾ അത് സ്വർണ്ണവിലയിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് നോക്കാം. പലിശ നിരക്കുകൾ കുറയുമ്പോൾ സർക്കാർ ബോണ്ടുകൾ, ട്രഷറി വരുമാനം എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന നേട്ടം കുറയുന്നു. ഒരു നിക്ഷേപകൻ 5% പലിശയിൽ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നതും 1% പലിശയിൽ നിക്ഷേപിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ കുറഞ്ഞ വരുമാനം നിക്ഷേപകരെ മറ്റ് നിക്ഷേപ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. സ്വർണം ഒരു നോൺ ഈൽഡിംഗ് അസറ്റ് അഥവാ പലിശയോ ലാഭവിഹിതമോ നൽകാത്ത ആസ്തിയാണ്. എങ്കിലും പലിശ നിരക്കുകൾ കുറയുമ്പോൾ ട്രഷറി വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വലിയ നേട്ടം സ്വർണ്ണവിലയുടെ വർധനവിലൂടെ ലഭിച്ചേക്കാം. അതുകൊണ്ട് തന്നെ കുറഞ്ഞ പലിശ നിരക്കിന്റെ സാഹചര്യങ്ങളിൽ സുരക്ഷിതത്വവും മൂല്യം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും പരിഗണിച്ച് കൂടുതൽ പണം സ്വർണത്തിലേക്ക് ഒഴുകിയെത്തുന്നു. ഇത് ഡിമാൻഡ് വീണ്ടും വർദ്ധിപ്പിച്ച് വിലയുടെ കുതിപ്പിന് ആക്കം കൂട്ടുന്നു. അവസാനമായി നിക്ഷേപകരുടെ മാറുന്ന മനോഭാവവും വൈവിധ്യവൽക്കരണത്തിന്റെ പ്രാധാന്യവും. സ്വർണ്ണവിലയുടെ ഈ കുതിപ്പിന് പിന്നിൽ നിക്ഷേപകരുടെ മനോഭാവത്തിലുണ്ടായ മാറ്റവും ഒരു പ്രധാന ഘടകമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഓഹരി വിപണിയിലുണ്ടായിരുന്ന വലിയ വളർച്ചയ്ക്ക് ശേഷം ലാഭമെടുത്ത് സുരക്ഷിതമായ മറ്റ് ആസ്തികളിലേക്ക് മാറ്റി നിക്ഷേപിക്കാൻ പല നിക്ഷേപകരും ശ്രമിക്കുന്നു. ഒരു നിക്ഷേപകന്റെ പോർട്ട്ഫോളിയോയിൽ ഓഹരി, ബോണ്ട്, റിയൽ എസ്റ്റേറ്റ് എന്നിവയ്ക്കൊപ്പം ഒരു നിശ്ചിത ശതമാനം സ്വർണം ഉണ്ടായിരിക്കുന്നത് ആസ്തി വൈവിധ്യവൽക്കരണത്തിന് വളരെ ആവശ്യമാണ്. ഓഹരി വിപണി തകരുമ്പോൾ പലപ്പോഴും സ്വർണ്ണവില ഉയരുകയാണ് പതിവ്. ഈ വിപരീത ബന്ധം നിക്ഷേപകന്റെ ആസ്തികൾക്ക് ഒരു സംരക്ഷണം നൽകുന്നു. സ്വർണത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന മിഥ്യ പലരും പങ്കുവയ്ക്കാറുണ്ട്. സ്വർണം ഒരു നിക്ഷേപമല്ല, അത് വെറും ആഭരണം മാത്രമാണ് എന്നതാണ് ആ ധാരണ. എന്നാൽ യാഥാർത്ഥ്യം ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്വർണം ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ഉപകരണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നേരിട്ടുള്ള സ്വർണ്ണാഭരണ നിക്ഷേപങ്ങൾക്ക് പുറമെ ഗോൾഡ് ETF-കൾ, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ പോലെയുള്ള ഡിജിറ്റൽ പേപ്പർ രൂപത്തിലുള്ള നിക്ഷേപ മാർഗങ്ങളിലൂടെ സ്വർണം വാങ്ങുന്നത് ഒരു നിക്ഷേപകന്റെ പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള അപകട സാധ്യത കുറയുന്നതിന് സഹായിക്കുന്നു. സാമ്പത്തിക അനിശ്ചിതത്വ കാലത്ത് മറ്റ് ആസ്തികൾക്ക് മൂല്യം കുറയുമ്പോൾ സ്വർണം ഒരു സുരക്ഷാ വലയം തീർക്കുന്നു എന്നതിനാലാണ് ഈ സ്ഥാനം. സ്വർണ്ണവിലയുടെ ഈ കുതിപ്പിന് പിന്നിൽ പണപ്പെരുപ്പം, സുരക്ഷിത നിക്ഷേപം, കേന്ദ്ര ബാങ്കുകളുടെ പർച്ചേസ്, കുറഞ്ഞ പലിശ നിരക്കുകൾ, ആസ്തി വൈവിധ്യവൽക്കരണം എന്നിവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഈ ഘടകങ്ങളെല്ലാം നിലനിൽക്കുന്നിടത്തോളം കാലം സ്വർണത്തിന്റെ തിളക്കം കുറയാൻ സാധ്യതയില്ല. സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തലുകൾ പ്രകാരം ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ദീർഘകാല നിക്ഷേപകർക്ക് സ്വർണം ഒരു നല്ല ഓപ്ഷനായി നിലകൊള്ളും.